ഉണ്ട് ഉപയോഗമുണ്ട്. മറ്റു ഉപയോഗിക്കുന്നുണ്ട്. അവനെ കൊണ്ട് ഞാൻ കാണാവളെ കൊണ്ട് അതെ 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 നമ്മളിന്നലെ ചെയ്തെല്ലാം കണ്ടിട്ടുണ്ട്. 100%. അവൻ മാറിയെന്നെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം വാച്ച് ചെയ്തിട്ടുണ്ട്. സജി ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പ്രവേശിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പിന്നെ ഇവന് ഒരു ദിവസം സ്മോൾ അടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയായിരുന്നു. അപ്പോൾ മൂത്തി ആൾ പറഞ്ഞു മിണ്ടായിരിക്കടാ, നമ്മൾക്ക് വയ്യായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഇവന് തല്ലാനായിട്ട് ചെന്നപ്പോൾ അവനിട്ട് ഞാൻ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്തിനോട് വീട്ടിൽ കയറിയാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ആദ്യം പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അമ്മയും ചേട്ടനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. എൻ്റെ അപ്പാപ്പിയോട് അന്വേഷിക്കും, ആൻറ്റിയോട് അന്വേഷിക്കും, പുറത്തുള്ള ഓട്ടക്കാരോട് അന്വേഷിക്കും കാണുന്നുണ്ടോയെന്ന്. അപ്പം ഈ ഒരു മാസമായിട്ട് റെജിയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ്, അത് കഴിഞ്ഞ് ഇങ്ങനെ അറിഞ്ഞ് വന്നപ്പോഴാണ് ഇവളെയും ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാരണം ഇവൻ്റെ മനസ്സിൽ എന്തോ മറക്കുന്നുണ്ട്. അതാ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ തിരോധാനം തന്നെയാണ് മറക്കുന്നത്. അത് നമ്മൾ അറിയില്ല. അതിനുവേണ്ടി ഞങ്ങളെല്ലാം മാറ്റി നിർത്തുന്നത്. അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളോടൊക്കെ ഉള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു സജീവൻ? അത്ര വർത്താനൊന്നും അങ്ങനെ കാര്യം പറയാനില്ല. എൻ്റെ ഭാര്യയുടെ എൻ്റെ അമ്മയുടെ അനിക്ക് അവരുമായിട്ട് നല്ല സമ്പർക്കമാണ്. എൻ്റെ അടുത്ത് വരികയില്ല, എന്നെ പേടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? ഇല്ല. അവൻ്റെ കൈക്ക് പൊട്ടലെന്ന് വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവൻ ബാത്റൂമിൽ വീണതാണെന്നാണ് പറയുന്നത്. അത് ഈ ഒരാഴ്ചക്കിടയിൽ ഉണ്ടായതാ?15 ഒരാഴ്ചയിൽ ഒരു 10-15 ദിവസമായിരുന്നു. അന്നേരം ഉണ്ടായിരുന്നു. കൈക്ക് അസ്ഥിക്ക് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്, കൈയുടെ പത്തിക്ക്. അങ്ങനെ അവൻ ചികിത്സ ബാൻഡേജൊക്കെ ചുറ്റിക്കൊണ്ട് നടക്കുമായിരുന്നു. മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഇല്ലില്ല, മദ്യപിച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങളോ അല്ല വേറെ പ്രശ്നങ്ങളോ. നിങ്ങളോടൊക്കെ സംസാരിക്കുമായിരുന്നു? കണ്ണാമുണ്ടും അപ്പാപ്പിന്ന് വിളിക്കും, അത്രേ ഉള്ളൂ, അല്ല വേറെ സംസാരിക്കാൻ നിൽക്കുകയില്ല. സുരേഷ്, ഇപ്പോൾ ബന്ധുക്കളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതായത് ഇവർ ആദ്യം ഘട്ടത്തിൽ തന്നെ ഈ സജിയുടെ മേലൊരു സംശയം ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. അതായത് സജി അപായപ്പെടുത്തിയതാകാം, അതായത് അമ്മയും സഹോദരനെയും സജി അപായപ്പെടുത്തിയതാകാം എന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പിന്നാലെ നടത്തിയ പരിശോധനയിൽ ഏറെക്കുറെ പോലീസ് ഉറപ്പിച്ചു, അതായത് സജിയാണ് കൃത്യം നടത്തിയത് എന്നൊരു ഉറപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത്. അതായത് ഇയാൾ അതായത് ഈ അതിർത്തി പ്രദേശമാണ്, ഈ വീടിനോട് ചേർന്നുള്ള സ്ഥലം, അത് വനമേഖലയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നേക്കാം എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന അല്ലെങ്കിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പിന്നാലെ ഇപ്പോൾ തമിഴ്നാട് പോലീസിനടക്കം പരിശോധന നൽകി, തമിഴ്നാട് പോലീസിനടക്കം വിവരം കൈമാറിയിരുന്നു. അതായത് ഇത്തരത്തിൽ ഒരാൾ അങ്ങോട്ടേക്ക് ഒളിവിൽ വന്നിരിക്കാം എന്നൊരു പരിശോധന നടത്തണം, അല്ലെങ്കിൽ ഇയാളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇയാൾക്കായിട്ട് അന്വേഷണം നടത്തണം. ഒന്ന് ഈ വാർത്ത സമഗ്രമായിട്ട് ഒന്നുകൂടി ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കൊലപാതക വാർത്ത പുറത്തേക്ക് വന്നത്? എന്താണ് അതിനകത്ത് പിന്നിൽ നടക്കുന്നത്? ഇപ്പോൾ ഒടുവിൽ ഇയാൾ പിടിയിലായിരിക്കുന്നു. ഇയാളിലേക്ക് സംശയം എങ്ങനെയാണ് എത്തിയത്? സഹോദരിയും ബന്ധുക്കളുമാണല്ലോ ഇപ്പോൾ ഇയാൾക്കെതിരെ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവരിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോഴുള്ള 2 മരണങ്ങൾ മാത്രമല്ല, 2018 തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പിടിയിലായ ആളുടെ പിതാവ് കാണാതായിരുന്നു. അപ്പോൾ അതിലും സംശയമുണ്ട് ഈ സജിയെ എന്ന മട്ടിലാണല്ലോ ഇവരിപ്പോൾ പറയുന്നത്. അപ്പോൾ അടുക്കിപ്പെറുക്കി ഒന്ന് ആദ്യം മുതൽ എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വെളിച്ചത്തേക്ക് വന്നതെന്നൊന്ന് പറയാമോ? സനീഷ്, ഇന്നലെയാണ്, അതായത് ഒരു മാസത്തോളമായി ഈ മേരിക്കുട്ടിയും അതുപോലെ തന്നെ മകനായ റജിയെയും കാണാനില്ലായിരുന്നു. അതിനൊരു പരാതി പോലീസിന് ലഭിക്കുന്നത് മിനിങ്ങാന്ന് പോലീസിന് പരാതി ലഭിച്ചു. ആ പരാതി നൽകുന്നത് സഹോദരിയായ സിനിയാണ്. അതായത് അമ്മയും സഹോദരനെയും കാണാനില്ലെന്ന് കാണിച്ച് ഇവർ പരാതി നൽകുന്നു. ആ പരാതി അന്വേഷിക്കാൻ പോലീസ് സംഘം വീട്ടിലെത്തി. അതായത് ഈ പച്ചടി, അതായത് നെടുങ്കണ്ടം പച്ചടിയിലുള്ള വീട്ടിലെത്തി പ്രാഥമിക ഘട്ടത്തിലുള്ള പരിശോധനകൾ അല്ലെങ്കിൽ അന്വേഷണം പോലീസ് നടത്തി. ആ അന്വേഷണത്തിൽ തന്നെ പോലീസിന് സജി പറഞ്ഞ മറുപടികളിൽ ഒരു തൃപ്തമല്ലായിരുന്നു. സജി നൽകിയ മറുപടികൾ, അതിൽ പോലീസിന് ഒരു സംശയം തോന്നി. പിന്നാലെ പോലീസ് സംഘം ഈ വീടിൻ്റെ പുരയിടം പരിശോധിച്ചു. വീടിൻ്റെ പുരയിടത്തിൽ പറമ്പിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഒരു ഭാഗത്ത് മാത്രം മണ്ണ് നീക്കിയ നിലയിൽ, മണ്ണ് ഇളകിയ നിലയിൽ കാണുന്നതും. അവിടെ പോലീസ് പരിശോധന കേന്ദ്രീകരിച്ചു. അങ്ങനെ പോലീസ് ആ ഭാഗത്ത് മണ്ണ് നീക്കിയതിനു ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ, ഒന്ന് പുരുഷൻ്റെയും ഒന്ന് സ്ത്രീയുടെയുമായിട്ടുള്ള 2 മൃതദേഹങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ശരീരഭാഗങ്ങളായിരുന്നു എന്നായിരുന്നു വിവരം. പക്ഷേ അതിനുശേഷം പൂർണ്ണ മൃതദേഹങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. അത് ഇവരുടേതാണ് എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് എത്തിച്ചേർന്നിരുന്നു. അതായത് ഇവർ 2 പേരെയും കാണാതായിട്ട് 1 മാസം കഴിയുന്നു, പരാതി ലഭിക്കുന്നു, 2 മൃതദേഹങ്ങൾ ഇവരുടെ അതേ പുരയിടത്തിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഇവരുടേതാണെന്നൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ പോലീസ് എത്തിയിരുന്നു. അതിന് പിന്നാലെ പോലീസ് ഇയാളിലേക്ക്, അതായത് ഇളയ സഹോദരനായ സജിയിലേക്കായിരുന്നു അന്വേഷണം കേന്ദ്രീകരിച്ചത്. അതായത് ഇയാൾ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് എത്തിയതിന് പിന്നാലെ അതായത് സജി
ഈ വീട്ടിൽ നിന്ന് ഓടി മാറിപ്പോയി അല്ലെങ്കിൽ കടന്നു കളഞ്ഞു എന്നൊരു ഓടി രക്ഷപ്പെട്ടു എന്ന് നാട്ടുകാർ ഉൾപ്പെടെ പല ഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഇയാളാണ് കൃത്യം നടത്തിയത് എന്നൊരു പ്രാഥമിക വിവരം അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് പോലീസ് എത്തി. പിന്നാലെ ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. അതിനിടെ തന്നെയായാലും ഇന്നലെ ആയാലും നമുക്ക് ഈ സഹോദരി ഭർത്താവ് അടക്കം പ്രതികരിച്ചപ്പോൾ ഇവർ തമ്മിൽ, അതായത് ഈ സഹോദരങ്ങളായ റിജിയും സജിയും തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. അതായത് മദ്യലഹരിയിൽ ഇവർ രണ്ടുപേരും മദ്യം കഴിക്കാറുണ്ട്. അപ്പോൾ മദ്യലഹരിയിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട്. അത് പതിവാണെന്നും പറഞ്ഞു. പിന്നാലെയാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ ഉണ്ടായ ഒരു ആക്രമണം ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. അതിനുശേഷം പിന്നാലെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകും. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അതിനുശേഷം വിട്ടു നിൽക്കുന്ന ബോഡി ഏറ്റുവാങ്ങാനായിട്ട് സഹോദരി സിനി ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടെയാണ് ഈ പ്രതിയെ ഈ സംഭവം നടന്ന പച്ചടിയിലെ വീടിനോട് ചേർന്നുള്ള, അതായത് പച്ചടിയിലെ വീടിനോട് ചേർന്നുള്ള പ്രദേശം വനമേഖലയാണ്. അപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്നാണ് ഈ പ്രതി പിടിയിലാകുന്നതും. അത് പോലീസ് നടത്തിയ തീവ്രമായ പരിശ്രമമാണ്. അതായത് ഇന്നലെ മുതൽ പല സംഘങ്ങളായി, അതായത് പോലീസ് 4-5 പേരടങ്ങുന്ന സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. ആദ്യഘട്ടത്തിൽ ഇയാൾ പോയേക്കാവുന്ന പരിസരങ്ങളിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളിലും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പിന്നാലെയാണ് പോലീസ് ഈ വനമേഖല, അതായത് ഈ വീടിനോട് ചേർന്നുള്ള വനമേഖല കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിക്കുന്നത്. അങ്ങനെ നടത്തിയ പരിശോധന ഇന്നലെ മണിക്കൂറുകൾ നീണ്ടു. രാത്രിയായിട്ടും ഇയാളെ കണ്ടെത്താനായില്ല. രാത്രി ഏറെ വൈകിയും പരിശോധന നടത്തിയിരുന്നു. അതായത് ടീമുകളായി തിരിഞ്ഞ് ഈ വനമേഖലയോട് ചേർന്ന് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഡ്രോണും വെച്ച് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. പിന്നാലെയാണ് പ്രതിക്കായിട്ട് വീണ്ടും ഇന്ന് രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. ആ തെരച്ചിലാണ് ഇപ്പോൾ നിലവിൽ വിജയം കണ്ടിരിക്കുന്നത്.